BaBu Monz TeChz എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ടായിരിക്കും വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് Motorola G31 എന്ന് പറയുന്ന ഫോണിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ടൈപ്പ് സി കേബിളും കിട്ടിയിട്ടുണ്ട്, 20 വാട്ട്സ് ചാർജ്, നമ്മുടെ സ്വന്തം ഫോണും, പിന്നെ ഒരു കിഡിലും പോലത്തെ TP കേസും കിട്ടിയിട്ടുണ്ട്, ട്രാൻസ്പെറൻറ്റ് പോലത്തെ ടൈപ്പ്. ഓക്കെ, പിന്നെ ഈ ഫോണിനെ പറ്റി പറയുകയാണെങ്കിൽ മേലത്തെ ഭാഗത്ത് നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ നേരെ സൈഡിൽ തന്നെ ആയിട്ട് നമുക്ക് 3.5mm ജാക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് പവർ ഓൺ ഓഫ് ആൻഡ് ബട്ടൺ കിട്ടുന്നുണ്ട്, പിന്നെ വോളിയം റോക്കർ കിട്ടുന്നുണ്ട്, പിന്നെ അതിൻ്റെ നേരെ മേലെ ഡെഡിക്കേറ്റഡ് ഗൂഗിൾ അസിസ്റ്റൻ്റ് ബട്ടൺ വരുന്നുണ്ട്. പിന്നെ താഴത്തെ ഭാഗത്ത് നമുക്ക് മൈക്ക് ടൈപ്പ് സി പോർട്ട് സ്പീക്കറുകളിൽ വരുന്നുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഹൈബ്രിഡ് സിം സ്ലോട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബെസിൽസ് നല്ല ചെറിയ ബെസിൽസ് ആണ്. ഓക്കെ, പിന്നെ അതിൻ്റെ സൈഡിലത്തെ ആ കർവ് ഇതെല്ലാം കണ്ടാൽ നല്ല കുഴപ്പമില്ല. പിന്നെ ബാക്കിൽ നല്ല ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് റിയർ മൗണ്ട് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വന്നിട്ടുള്ളത്. ഓക്കെ, നല്ല റെസ്പോൺസിലുള്ള സാധാരണ മോട്ടോറോളേൻ്റെ ലോഗോയുള്ള ടൈപ്പ് തന്നെ. അടുത്ത ഡിസ്പ്ലേനെ പറ്റി പറയുന്നത് നല്ല കിഡിലും പോലത്തെ 6.4 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 60 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. പിന്നെ റെസൊല്യൂഷൻ 2400x1080. ഓക്കെ, പിന്നെ അതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി എല്ലാം കണ്ടത് നല്ല ബ്ലാക്കും വൈറ്റ്സും എല്ലാം നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. പിന്നെ സ്പീക്കറെല്ലാം നല്ല കുഴപ്പമില്ലാത്ത ഡോൾബി അറ്റ്മോസ് എല്ലാം സംഭവമുണ്ട്. പ്രോസസ്സർ MediaTekൻ്റെ Helio G85 ആണ് വരുന്നത്. കുറച്ച് പഴയതാണ്, പക്ഷേ PUBG ഹൈയിൽ കുഴപ്പമില്ലാത്ത ഗ്രാഫിക്സ് വരുന്നുണ്ട്. ഇതിന് സ്മൂത്ത് ഉണ്ട്, ചെറുങ്ങനെ ചൂടാവും, പക്ഷേ വലിയ പ്രശ്നമൊന്നുമില്ല. കുറേ നേരം കളിക്കുമ്പം ചെറിയ ലാഗ് അടിക്കും. പിന്നെ റാം 4GB LPDDR4X ആണ്. 64GB eMCPൻ്റെ സ്റ്റോറേജ് ടൈപ്പാണ് വരുന്നത്. ഇത് രണ്ട് വേരിയൻസ് ആണുള്ളത്, 4GB + 64ഉം 6GB + 128GB സ്റ്റോറേജും. 4GBൻ്റെ 12,999 രൂപ, 6GBൻ്റെ 14,999 രൂപ. പക്ഷേ ഗെയിമിംഗ് ഫോണായിട്ട് ഇതിനെ കൂട്ടാൻ പറ്റില്ല. എന്താ വെച്ചാൽ കുറച്ച് ഒരു സ്റ്റക്ക് വരും കുറച്ച് സമയം കഴിയുമ്പോൾ. പക്ഷേ ബാറ്ററി നല്ല കിടലം പോലത്തെ 20 വാട്ട്സ് ചാർജർ വരുന്ന 5000 mAhൻ്റെ ബാറ്ററിയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ചാർജിങ് എല്ലാം കിട്ടില്ല പോലെയാവും. 20 വാട്ട്സ് ചാർജർ ഇന്ത്യക്ക് മാത്രം വേണ്ടിയിട്ട് ഇറക്കിയതാണ്. ഓക്കെ, ഇനി കണക്ടിവിറ്റീനെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് 2x2 മീമോ എന്ന് പറയുന്ന സംഭവം വരുന്നുണ്ട്. അതെന്ന് വെച്ചാൽ നോർമൽ നമ്മുടെ നെറ്റ് സിമ്മിൻ്റെ നെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് അത് കുറച്ചും സ്പീഡ് കൂടാനാണ്. പിന്നെ ഡുവൽ ബാൻഡ് വൈഫൈ വരുന്നുണ്ട്, ബ്ലൂടൂത്ത് 5.0 വരുന്നുണ്ട്, ഡുവൽ 4G വോൾട്ടിയാണ് വൈഫൈ കോളിംഗും ഉണ്ട്, പക്ഷേ 5G സപ്പോർട്ടഡ് അല്ല. ഇനി ഇതിൻ്റെ ക്യാമറയെ പറ്റി പറയാനാണെങ്കിൽ ഫ്രണ്ടിൽ ചെറിയ പഞ്ചോളി വരുന്നൊരു ചെറിയൊരു സെൽഫി ക്യാമറ ആണ് വരുന്നത്. 13MP സെൽഫി ക്യാമറ ആണ് വരുന്നത്. ഓക്കെ, f2.2 അപ്പേച്ചറിൻ്റെ. പിന്നെ ബാക്കിൽ പ്രൈമറി ക്യാമറ എന്ന് പറയുന്നത് 50MP ക്വാഡ് പിക്സലിൻ്റെ f1.8 അപ്പേച്ചറിൻ്റെയും അൾട്രാ വൈഡ് ഡെപ്തും കൂടിയിട്ടുള്ള 8MP ക്യാമറയാണ് വരുന്നത്. 2MP മാക്രോയും വരുന്നുണ്ട്. ഓക്കെ, അൾട്രാ വൈഡും ഡെപ്തും കൂടി ഒരുമിച്ചിട്ടാണുള്ളത്. പിന്നെ കുറേ ക്യാമറ ഫീച്ചേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഡുവൽ വീഡിയോ, അതിൽ നിങ്ങൾക്ക് 2 ക്യാമറ ഒരുമിച്ച് ഉപയോഗിക്കാം, സെൽഫിയും ബാക്കത്തെ ക്യാമറയും, ഇല്ലെങ്കിൽ ബാക്കത്തെ ക്യാമറയും വൈഡ് ക്യാമറയും കൂടിയിട്ട്. ഓക്കെ, പിന്നെ ഇതിൽ സിനിമ റഫ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് സാധനത്തിന് ഇങ്ങനെ സൂം ചെയ്ത പോലെ ആക്കാൻ, കുറച്ചും കൂടി ഫോക്കസ് സിനിമയിലെല്ലാം കാണുന്ന പോലെ ആ ഒരു മൂവ്മെൻറ്റ് കൊടുക്കാൻ. പിന്നെ വേറെ കുറേ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. പോർട്രേറ്റ്, സ്പോട്ട് കളർ, നൈറ്റ് വിഷൻ, ലൈവ് ഫിൽറ്റർ, അങ്ങനെ പറയുന്ന കുറേ സംഭവം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ക്യാമറ ഞാൻ ഇത്ര ഒരു ക്യാമറ ഫോണായിട്ട് ഇതിനെ കണക്കാക്കുമല്ലോ. ഓക്കെ, ഇനി അടുത്ത് ഇതിൻ്റെ സോഫ്റ്റ്വെയറിനെ പറ്റി പറയുകയാണെങ്കിൽ MyUX എന്ന് പറയുന്ന UI ആണ് വരുന്നത്. അതിൽ നിങ്ങൾക്ക് വേണ്ട നല്ല കസ്റ്റമൈസേഷൻ ചെയ്യാം, ബട്ടന്, കളർ, സംഭവം എല്ലാം ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് കാരണം തന്നെ ഇതിൻ്റെ UI സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. അതിനെക്കൊണ്ട് ബ്ലൂടൂത്ത് വേറെ സംഭവം ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബാറ്ററി കുറേ സേവ് ചെയ്യാൻ പറ്റും, ബാറ്ററി കുറേ കാലത്തേക്ക് നിൽക്കും. പിന്നെ ഇതിൽ ആൻഡ്രോയിഡ് 11 ആണ് ഔട്ട് ഓഫ് ബോക്സ് വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് 12ഉം ആൻഡ്രോയിഡ് 13ൻ്റെയും അപ്ഡേറ്റ് ഏറ്റവും വേഗം വരുന്നതായിരിക്കും ഇതിൽ. ഓക്കെ, അതിനെക്കൊണ്ട് ഫ്യൂച്ചർ പ്രൂഫാണ് ഈ ഫോൺ. പിന്നെ ഈ കമ്പ്യൂട്ടറിലെല്ലാം കണ്ടുവരുന്ന തിങ് ഷീൽഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന സംഭവമുണ്ട്, അത് ഈ ഫോണിലുണ്ട്. അതെന്ന് വെച്ചാൽ ഒരു സെക്യൂരിറ്റിയാണ്, നിങ്ങളുടെ ഡേറ്റ ഒന്നും പോകാണ്ടിരിക്കാൻ. പിന്നെ വൈഡ് വൈൻ L1 ഉണ്ട്. പിന്നെ നോട്ടിഫിക്കേഷൻ ലൈറ്റ് വന്നിട്ടുണ്ട് ഈ ഫോണിൽ. പിന്നെ വാട്ടർ റിപ്പലൻ്റ് ഡിസൈൻ ആണ്, IP62 കൊണ്ട് സർട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ അവസാനത്തെ ഭാഗത്ത് നമ്മൾ എത്തിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഫോണിനെ പറ്റി ഓവറോൾ ഇനി പറയാനാണെങ്കിൽ, ഓക്കെ, ഇതിൻ്റെ ക്യാമറ വലിയ ക്ലിയറോ സംഭവമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഔട്ട്ഡോറിൽ കുഴപ്പമില്ലാത്ത ഫോട്ടോ കിട്ടും, സെൽഫി ക്യാമറയിലും നല്ല ഫോട്ടോസ് കിട്ടും. പക്ഷേ വലിയ ഇതൊന്നും പ്രതീക്ഷിക്കേണ്ട, ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കേണ്ട. നോർമൽ കണ്ടീഷനിൽ നല്ല ഫോട്ടോ ആയിരിക്കും, ബാക്കിയൊന്നിലും ഞാനൊരു ഉറപ്പും തരുന്നില്ല. ഓക്കെ, ബാറ്ററി കിടലാണ്. പ്രൊസസ്സർ കുറച്ചൊരു പഴയതാണ്, പക്ഷേ നിങ്ങളുടെ സാധാരണ പണികളെല്ലാം നടക്കും. ഓക്കെ, ഗെയിം കളിക്കുമ്പോൾ കുറച്ച് സ്റ്റക്ക് വരും, കുറേ നേരം കളിച്ചിട്ടുണ്ടെങ്കിൽ, 3-4 മണിക്കൂർ കളിച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഇതിൻ്റെ സ്റ്റോറേജ് ടൈപ്പ്, eMCP. ഓക്കെ, അത് കുറച്ചൊരു പഴയതും കുറച്ചൊരു അത്ര പെർഫോമൻസ് ഒന്നും ഇല്ലാത്തൊരു സ്റ്റോറേജ് ടൈപ്പാണ്. UFS ആണെങ്കിൽ നല്ലതായിരുന്നു. ഓക്കെ, പിന്നെ ഇതിൻ്റെ മെയിൻ സംഭവം ഇത് എടുക്കാൻ ഞാൻ എന്താണ് റെക്കമെൻഡ് ചെയ്യുന്നത് എന്താ വെച്ചാൽ 12,999 രൂപയിൽ 4+64 GB
AMOLED ഫുൾ HD പ്ലസ് സ്ക്രീൻ വരുന്ന ഡിസ്പ്ലേ ഉള്ള ഫോണാണ്. ഏറ്റവും ചെറിയ പൈസ കിട്ടുന്ന AMOLED ഡിസ്പ്ലേ ഉള്ള ഫോണാണ്. ഓക്കെ, അപ്പോൾ AMOLEDിൽ വേണ്ടുന്ന ആൾക്കാർ ഈ ഫോൺ എടുക്കാം. ഓക്കെ, ബാക്കിയായിരിക്കും ഏത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. AMOLEDിലും സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസും ഫ്യൂച്ചർ പ്രൂഫ് ആക്കണമെങ്കിൽ ഈ ഫോൺ എടുക്കാം. ഗെയിം കളിക്കാൻ പിന്നെ എഡിറ്റിംഗ് ചെയ്യാൻ അതിനൊന്നും ഈ ഫോൺ നല്ലതല്ല. ഓക്കെ, അപ്പോൾ അല്ലാണ്ടാണെങ്കിൽ നല്ലൊരു ഫോണാണ്. എന്താ വെച്ചാൽ 12,999 രൂപയ്ക്കൊന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, എന്താ വെച്ചാൽ ആദ്യം ഒരു റെഡ്മി നോട്ട് 10 ഉണ്ടായിരുന്നു, അതും 12,000 സംതിങ് ആയിരുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 12,000 നല്ലൊരു ഫോണാണ് റെഡ്മി. പക്ഷേ റെഡ്മീൻ്റെ പ്രൈസ് ഇപ്പം കൂട്ടിയിട്ടുള്ളത്. റെഡ്മീനിപ്പോൾ 15,999 ആണ്. അതിപ്പോൾ ഡിസ്കൗണ്ടിൽ 13,999 കൊടുക്കുന്നത്. ഇതിനായിട്ടും 1000 രൂപ കൂടുതൽ. ഓക്കെ, പക്ഷേ അതിൽ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആയിരിക്കില്ല, അതൊരു പ്രശ്നമുണ്ട്. പിന്നെ ചാർജിങ് അതിൽ ചെറിയൊരു കുറവാന്ന് തോന്നുന്നു, ബാറ്ററിയും കുറവാന്ന് തോന്നുന്നു. എനിക്ക് ഓർമ്മയില്ല എത്രയാണെന്ന്. ചാർജിങ് കുറവാന്ന് തോന്നുന്നു. എന്താ വെച്ചാൽ റെഡ്മി നോട്ട് 10 പ്രോ മാക്സിലാണ് കുറച്ചും കൂടി വലിയ ചാർജർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു BaBu Monz TeChz.